അതിന്റെ ഭാഗമായി ഇന്ന് അവിടെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് UDF നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പാതയൊരുക്കിയിരിക്കുകയാണ് വ്യക്തി താല്പര്യവും. അതായത് എന്താ പറയാ, നമ്മുടെ ഒരു ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ യൂണിയൻ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയേറ്റത് മുന്നണി നേതൃത്വത്തിന്റെ ഐക്യകണ്ഠ തീരുമാനത്തെ അട്ടിമറിച്ച ചിലരുടെ ഏകപക്ഷീയ നിലപാടുകൾ മൂലമാണെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ പറഞ്ഞു. UDF ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചാനൽ 10 ന്യൂസിനോട് പ്രതികരിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ യൂണിയൻ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയേറ്റതിന് പിന്നാലെ മുന്നണിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് കാരണം മുന്നണി നേതൃത്വത്തിന്റെ ഐക്യകണ്ഠ തീരുമാനത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് ആരോപിച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ രംഗത്തെത്തി. പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ യൂണിയൻ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ UDFന് ചെയർമാൻ സ്ഥാനം നഷ്ടമായതിന് പിന്നാലെ അതിനു പുറകിൽ വ്യക്തി താൽപര്യങ്ങൾക്കും മുന്നണിയുടെ കൂട്ടായ തീരുമാനത്തെ അട്ടിമറിച്ച നടപടികൾക്കുമാണ് പ്രധാന പങ്കെന്ന് അരഞ്ഞിക്കൽ ആനന്ദൻ പറഞ്ഞു. UDF ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ സ്റ്റാറ്റസ് കോ നിലനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഐക്യകണ്ഠമായി തീരുമാനിച്ചിരുന്നുവെന്നും ആ തീരുമാനത്തിന് വിരുദ്ധമായി ചിലർ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതാണ് തിരിച്ചടിക്ക് കാരണമായതെന്നും അദ്ദേഹം ആരോപിച്ചു. നമ്മൾ പെരിന്തൽമണ്ണ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് UDFൽ ചെറിയ അസാരസ്യങ്ങളുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ചില വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു സംവിധാനം മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായി ഇന്ന് അവിടെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് UDFന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പാതയൊരുക്കിയിരിക്കുകയാണ് വ്യക്തി താല്പര്യവും. അതായത് എന്താ പറയാ, നമ്മുടെ ഒരു ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണ്. UDF സംവിധാനം ഇന്നും നാളെയും മറ്റന്നാളും ഒറ്റക്കെട്ടായിട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. ആ പ്രവർത്തനം നടത്തിയ, അതായത് UDF സംവിധാനത്തെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വം UDFന്റെ ജില്ലാ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തെയും പരാതി അറിയിക്കുകയും അതുമായി ഈ UDF തകർക്കുന്ന ഒരു നിലപാടും ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യും. UDF സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒരു കാരണവശാലും UDFന്റെ ഐക്യം തകർക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ലെന്നും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു അരഞ്ഞിക്കൽ ആനന്ദന്റെ പ്രതികരണം. UDF നേതൃത്വം ഐക്യകണ്ഠേനെ UDF കൂടി രണ്ട് നിയോജക മണ്ഡലത്തിലെയും UDF ഭാരവാഹികൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനമാണ് സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട്, അതായത് കോൺഗ്രസ് 2ഉം ലീഗ് 3ഉം സീറ്റുകളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനം, അത് മുന്നേ തന്നെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന കുറെ കാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് വ്യക്തി താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ താലൂക്കിലെ തന്നെ UDF സംവിധാനത്തെ കബളിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും അല്ലാതെ ആക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുക ചെയ്തിരുന്നെങ്കിലും ഇന്ന് അതിന്റെ അന്വേഷണം മറ്റു കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ ഇന്ന് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ സംവിധാനം നഷ്ടപ്പെടാനുണ്ടായ കാരണം ഈ ഏകപക്ഷീയമായ നിലപാടും സ്വാർത്ഥ താല്പര്യം നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ്. ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFനെ തകർക്കുന്ന രീതിയിൽ, UDFന്റെ കെട്ടുറപ്പിന് ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് പോകില്ല. അതൊക്കെ നമ്മൾ ഐക്യകണ്ഠേന കോൺഗ്രസ് ഐക്യകണ്ഠേന ഞങ്ങളുടെ തീരുമാനപ്രകാരം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ UDFനുള്ളിലെ ഭിന്നത പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സംഭവത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ചാനൽ 10 പെരിന്തൽമണ്ണ.
അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.